കൃഷ്ണ പല്ലവി. രചന കുഞ്ഞി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചെറിയൊരു ഞരക്കത്തോടെ പല്ലവി ചെരിഞ്ഞു കിടന്നു. അവൾക്ക് ദേഹം അങ്ങിങ്ങായി വേദനിക്കും പോലെ തോന്നി. കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും ക്ഷീണം കൊണ്ട് വീണ്ടും കണ്ണുകൾ അടഞ്ഞുപോയി. സമയം വീണ്ടും കടന്നുപോയി. കണ്ണുകളിലെ ഉറക്കക്ഷീണം തീർന്നുകൊണ്ടാവാം ഈ തവണ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു. പതിയെ നിവർന്നു കടന്നു. നടുവും ഇടുപ്പും വല്ലാതെ കഴക്കും പോലെ തോന്നി. വല്ലാത്തൊരു പിടുത്തം, വല്ലാത്തൊരു ക്ഷീണം. അവൾ കിടന്നുകൊണ്ട് തന്നെ കൈകൾ മുകളിലേക്ക് ഉയർത്തി കാല് നീട്ടി സ്ട്രെച്ച് ചെയ്തു. അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവൾ കണ്ണുകൾ ദേഹത്തേക്ക് പായിച്ചു. സ്ട്രെച്ച് ചെയ്തപ്പോൾ നീങ്ങിപ്പോയ കംഫേർട്ടിന് മുമ്പിൽ പകുതി വെളിവായ മാറിടങ്ങൾ, അവിടെ ചുമന്ന് തിണർത്ത് കിടക്കുന്ന പാടുകൾ, ചിലത് കരിനീലിച്ച് കിടക്കുന്നു. അവൾക്കപ്പോഴാണ് ശരീരവേദനയ്ക്കുള്ള കാരണം വ്യക്തമായത്. എന്തോർത്തതും നിമിഷ നേരം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു. കംഫേർട്ട് കൊണ്ട് കഴുത്തന്നെ മൂടി ചെരിഞ്ഞു കിടന്ന് ചുരുണ്ടുകൂടി. മടിയോടെ കണ്ണുകൾ തുറന്ന് അവൾ ചുറ്റും നോക്കി. എവിടെയും അവനെ കണ്ടില്ല. ദിവസവും ആ നെഞ്ചിൽ കിടന്നാണ് രാവിലെ ഉണരാറ്. ഇന്ന് എന്തു പറ്റി? അവൾക്ക് വല്ലാത്തൊരു ശൂന്യത തോന്നി. അവനെ കാണാൻ കൊതി തോന്നി. പുതപ്പ് മാറോടൊതുക്കി അവൾ എണീറ്റിരുന്ന് ചുറ്റും നോക്കി. വാഷ്റൂമിൽ നിന്ന് അനക്കം കേൾക്കുന്നില്ല. പല്ലവിക്ക് നിരാശ തോന്നി. അപ്പോഴാണ് പാതി തുറന്നു കിടക്കുന്ന ബാൽക്കണി ഡോർ കാണുന്നത്. അവൾ കട്ടിലിരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തി നോക്കി. പാതി നീങ്ങിയ വൈറ്റ് കേട്ടിന്റെ മറവിലൊരു നിഴൽ രൂപം. അതാരാണെന്ന് അവൾ കൂടുതൽ നോക്കേണ്ടി വന്നില്ല. ചുണ്ടിൽ നുണക്കുഴിച്ചയിലുള്ള ഒരു ചിരി വിരിഞ്ഞു. അവൻ്റെ അരികിലേക്ക് പോകാൻ ഹൃദയം തുടികൊട്ടുന്ന പോലെ തോന്നി അവൾക്ക്. അവൾ ഡ്രസ്സിനായി ചുറ്റും പരതി. ഇന്നലെ അഴിഞ്ഞു വീണത് ഓർക്കുന്നു. പിന്നെ അതൊക്കെ എവിടെ പോയി? കണ്ണേട്ടനെല്ലാം വൃത്തിയാക്കി കാണൂ. അവൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല. ഒരു ചിരിയോടെ കംഫേർട്ട് കൊണ്ട് ദേഹം ചുറ്റി കാലുകൾ നിലത്തേക്ക് ഇറക്കി വെച്ചു. ആംഗ്ലറ്റ് അതെവിടെ പോയി? കണ്ണുകൾ കാൽപാദത്തിൽ പതിഞ്ഞപ്പോൾ ആദ്യം തേടിയത് അതായിരുന്നു. രാത്രിയിൽ എപ്പോഴോ കാൽവിരലുകൾ ചുഴറ്റിയപ്പോൾ അഴിഞ്ഞ് താഴെ വീഴുന്ന ശബ്ദം കേട്ടിരുന്നു. ആ സമയം അതിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒരു ചിരിയോടെ പതിയെ അവനരികിലേക്ക് നടന്നു. ബാൽക്കണി ഡോർ സൈഡിൽ നിന്ന് കർട്ടൻ നീക്കി പിടിച്ച് അവൾ അവനെ നോക്കി. അമേരിക്കൻ ഈഗിൾമാൻ ബ്ലൂ ജീൻ ഷോർട്ട് മാത്രമാണ് വേഷം. കഴുത്തറ്റം നീണ്ട മുടി കുളി കഴിഞ്ഞതിൻ്റെ അടയാളമായി നനവ് പറ്റിയിട്ടുണ്ട്. അവൻ്റെ നഗ്നമായ മുതുകിലേക്ക് കണ്ണുകൾ പാഞ്ഞതും അവളുടെ കൈകൾ അറിയാതെ കർട്ടനിൽ മുറുകി. മുതുകിൽ അവളുടെ നഖങ്ങൾ കൊണ്ട് പോറൽ വീഴ്ത്തിരിക്കുന്ന പാടുകൾ, ഇടുപ്പിന്റെ ഭാഗത്തും കഴുത്തിന് ഇരുവശത്തും തന്നെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞെടുത്ത കരിനീലിച്ച പാടുകൾ. അവൾ അറിയാതെ കീഴ്ചുണ്ട് കടിച്ചുപോയി. മെല്ലെ അവനരികിലേക്ക് നടന്ന് പിന്നിൽ നിന്ന് കംഫേർട്ടോടുകൂടി കൈ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവനെ പുണർന്നുകൊണ്ട് അവനിലേക്ക് ചേർന്നു. കവിൾത്തടം അവന്റെ മുതുകിലേക്ക് അമർത്തി വെച്ചു. യാദവ് വിറച്ചു പോയിരുന്നു. അവളുടെ മൃദുലത, സോഫ്റ്റ്നെസ് ദേഹത്തേക്ക് അമർന്നതും ദേഹം മുഴുവൻ ഒരു തരം കോരിത്തരിപ്പ് അനുഭവപ്പെട്ടു. ശ്വാസം നിലച്ചു പോയതുപോലെ. റെയിലിങ്ങിൽ അവൻ്റെ കൈകൾ ഒരു നിമിഷം മുറുകിപ്പോയി. അവൻ തല മാത്രം പിന്നിലേക്ക് ചെരിച്ച് അവളെ നോക്കി. അവളുടെ കൈകൾ പിടിച്ച് അങ്ങനെ തന്നെ നിർത്തി അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. കംഫേർട്ടിനുള്ളിലൂടെ കൈ പിന്നിലേക്ക് കൊണ്ടുപോയി അവളുടെ ഇടുപ്പിന്റെ ഭാഗത്ത് കൈകൾ കോർത്ത് പിടിച്ച് ലോക്കാക്കി അവൾ അവനിലേക്ക് ചേർത്തു പിടിച്ചു. അവൾ തല ഉയർത്തി അവനെ നോക്കിയില്ല. നെഞ്ചിലേക്ക് അവൾ ചേർത്ത് അവനോട് ചേർന്ന് നിന്നു. അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ തലയിൽ താടി മുട്ടിച്ച് നിന്നു. അവളുടെ കണ്ണുകൾ രോമങ്ങളേതുമില്ലാത്ത ദൃഢമായ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു. ഒരു കൈ കൊണ്ട് കംഫേർട്ട് കൂട്ടിപ്പിടിച്ച് വലത് കൈ കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ തലോടി. അവിടെ ചുമന്ന് കിടക്കുന്ന തൻ്റെ ദന്തക്ഷതങ്ങൾ, മുൻനിരകളിലെ പല്ലുകൾ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. വേറെയും പാടുകളുണ്ട്. അവൾ മേലെ ആ പാടിലേക്ക് ചുണ്ട് മാത്രം ചേർത്തൊന്ന് നുണഞ്ഞു. അവൻ്റെ കൈകൾ ഇടുപ്പിലൊന്ന് മുറുകിയതും അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ തന്നിൽ തന്നെയാണ്. ചുണ്ടുകളിൽ ചെറിയൊരു ചിരിയുണ്ട്. ദിസ് സജക്റ്റീവ് സ്മൈൽ. അവളെ എന്നും വശീകരിക്കുന്ന ആ ചിരി. അവളുടെ നോട്ടത്തിൽ അവനും ഒന്ന് പതറിയിരുന്നു. നെറുകയിൽ പാതിമാഞ്ഞ സിന്ദൂരം അല്പം നെറ്റിയിലേക്ക് പടർന്ന് കിടക്കുന്നു. കൺമഷി പരന്ന കണ്ണുകൾ മാത്രം ഉയർത്തിയുള്ള ആ നോട്ടം അതവനിൽ വല്ലാത്തൊരാസക്തി ഉണ്ടാക്കി. അവളുടെ ചുണ്ടിലേക്ക് അവൻ മുഖമടുപ്പിച്ചു. കണ്ണേട്ടാ, ചേച്ചി എണീറ്റില്ലേ? അതരങ്ങൾ തമ്മിൽ കൂടിച്ചേരാൻ നിൽക്കുമ്പോഴാണ് ഡോറിൽ തുടരെ തുടരെ മുട്ടിക്കൊണ്ടുള്ള മണിക്കുട്ടിയുടെ കൂക്കിവിളി. നല്ലൊരു കിസ് നഷ്ടമായ ഈർഷ്യയിൽ പല്ലവി അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരസി. അവനെന്ന് കണ്ട് ചിരിച്ചു. 10 മിനിറ്റ് വരുവാ, യാദവ് മണിക്കുട്ടിയോടായി പറഞ്ഞു. അവനിൽ നിന്ന് മറുപടി കിട്ടിയതുകൊണ്ടാവണം പിന്നെ മണിക്കുട്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ല. ഇവളെന്ത് ഈ കൊച്ചു വെളുപ്പങ്കാലം? അല്ലെങ്കിൽ ഞാൻ വിളിക്കാതെ ആ കട്ടിൽ നിന്നിരിക്കുന്ന ആളല്ലല്ലോ. യാദവിന്റെ നെഞ്ചിൽ തന്നെ മുഖമുരച്ചുകൊണ്ട് അവൾ പരിഭവിച്ചു. യാദവ് ചിരിച്ചു. പതിയെ അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ ഉമ്മ വെച്ചു. കൊച്ചു വെളുപ്പങ്കാലൊക്കെ കഴിഞ്ഞു കുഞ്ഞ, സമയം 10 കഴിഞ്ഞു. എന്താ? അവൾ ഞെട്ടി അവനിൽ നിന്ന് ചെറുതായി ഒന്ന് അകന്ന് നിന്നു.
അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ തറഞ്ഞു നിൽക്കുന്നത് തന്റെ കഴുത്തിന് താഴേക്കാണെന്നറിഞ്ഞതും അവൾ അറിയാതെയൊന്ന് വിറച്ചു. ഞൊടിയിടയിൽ തന്റെ ദേഹം അവനിലേക്ക് ചേർത്ത് വെച്ചു. അവന്റെ മുന്നിലുള്ള അവളുടെ നഗ്നതയെ മറക്കാനെന്നോണം അവൻ കള്ളച്ചിരി ചിരിച്ചു. കണ്ണേട്ടാ, അവൾ അവന്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചു. ഓഫ്, എന്താടി എന്നെ നേരത്തെ വിളിക്കാണ്ടിരുന്നേ? ഞാനും കുറച്ചു മുന്നേ എണീറ്റ്. നിന്നെ നോക്കിയപ്പോൾ ചുരുണ്ടുകൂടി നല്ല ഉറക്കം. കണ്ടപ്പോൾ വിളിക്കാൻ തോന്നിയില്ല. ക്ഷീണം നല്ലോണം ഉണ്ടാവുമല്ലോ, പിന്നെ ഫ്രഷായി ഞാനിവിടെ വന്നു നിന്നേ ഉള്ളൂ. അവനൽപ്പം ഗൗരവത്തോടെയും കുസൃതിയോടെയും അവളോട് പറഞ്ഞു. എന്നാലും ഇനി എങ്ങനെ താഴേക്ക് ചെല്ലും? എന്താ വൈകിയെന്ന് ചോദിക്കൂലേ? അതൊന്നും ഓർത്ത് ഈ തലപോക്കണ്ട. കല്യാണം കഴിഞ്ഞതിന്റെ ക്ഷീണാണെന്ന് പറഞ്ഞാൽ മതി. അവൻ അവളെ നോക്കി കണ്ണിറുക്കി പറഞ്ഞു. ചെല്, പോയി ഫ്രഷായി വാ. അവൻ അവളെ തലയിൽ തലോടി പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കംഫേർട്ടോടെ ദേഹം മറിച്ച് തിരിച്ചിടന്ന്. അവനൊരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. അവളൊരു പിൻവിളി പ്രതീക്ഷിച്ചിരുന്നു. അവനിൽ നിന്നൊരു ചുംബനം അവൾ ആഗ്രഹിച്ചിരുന്നു. ഡ്രസ്സ് എടുക്കാതെ കബോർഡ് മുമ്പിൽ വട്ടം തിരിയുന്ന അവളുടെ അരികിലേക്ക് അവനൊരു ചിരിയോടെ ചെന്ന് നിന്നു. കുഞ്ഞാ, അവളെ അഭിമുഖമായി തിരിച്ചു നിർത്തിക്കൊണ്ട് കവളിൽ കൈ ചേർത്ത് അവനെ വിളിച്ചു. പരിഭവം ചേർന്നൊരു മൂളൽ. അവന് ചിരി വന്നു. എടി പെണ്ണെ, ഈ കോലത്തിൽ എൻ്റെ മുമ്പിൽ നിന്നെ ഇപ്പോൾ ഉമ്മ വെച്ചാലേ അതിലൊന്നും നിന്നെന്ന് വരില്ല. ഇപ്പം എന്നെ താങ്ങാനുള്ള കപ്പാസിറ്റി കുഞ്ഞ് ബോഡിക്കുമില്ല. അതുകൊണ്ട് നമുക്ക് താഴെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് എനർജി ഗെയിൻ ചെയ്തിട്ട് വരാം, പോരെ? അവൻ കൊഞ്ചിച്ചു അവളെ. എന്നിട്ടും പരിഭവത്തോടെ വീർത്തിരിക്കുന്ന കവിളും കോർത്തിരിക്കുന്ന ചുണ്ടും കണ്ടവൻ ചിരിച്ചു. പിന്നെ തല താഴ്ത്തി അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി. അവളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു, നുണക്കുഴി വിരിഞ്ഞു. ഇനി ചെല്ല്. അവൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്ന് കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്തു. വാഷ്റൂമിലേക്ക് കയറും മുന്നേ അവനെയും തിരിഞ്ഞു നോക്കി. പോരുന്ന എൻ്റെ കൂടെ? അവൾ നാടകീയമായി അവനോട് ചോദിച്ചതും അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. കയറി പോടി, അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ നാക്ക് നീട്ടി അവനെ നോക്കി കളിയാക്കി വാഷ്റൂമിലേക്ക് കയറി. ഈ പെണ്ണ്. അവൾക്ക് തന്നെ അത്ഭുതം തോന്നി അവളുടെ ഈ മാറ്റം. കണ്ണേട്ടൻ കുറുമ്പ് കാണിക്കുമ്പോൾ താനാണെന്നും കണ്ണുരുട്ടാറുള്ളത്. എന്നാൽ ഇപ്പോൾ അവൾക്ക് ചിരി വന്നു. കണ്ണേട്ടനിൽ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നുകൊണ്ടാവാം ഇന്ന് ആ കുറുമ്പും കുസൃതിയും തന്നിലേക്കും പകർന്നിരിക്കുന്നു. എപ്പോഴും ആ സാന്നിധ്യം കൂടെ വേണമെന്ന് തോന്നുന്നു. ഒരു നിമിഷം പോലും അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും അടിമയായി പോയിരിക്കുന്നു. യാദവ് ടീഷർട്ടിട്ട് മുടി ഡ്രയർ കൊണ്ട് ഉണക്കി കട്ടിലിരുന്ന് കൊണ്ട് ഫോൺ എടുത്ത് അതിൽ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പലയും വാഷ്റൂം തുറന്നു വന്നു. ഒരു ഫുൾ നെക്ക് കൂർത്തയും ലെഗിൻസുമാണ് വേഷം. അവൾ കണ്ണാടിക്ക് മുമ്പിൽ വന്ന് ഇന്ന് തലയിൽ ചുറ്റിരിക്കുന്ന ടവൽ മാറ്റി മുടി വിടർത്തിയിട്ടു. സിന്ദൂരം കയ്യിലെടുത്തപ്പോഴേക്കും യാദവ് അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു. അവനൊരു നുള്ളിൽ സിന്ദൂരം അവളുടെ നെറുകയിൽ ചാർത്തി പതിയെ പോലെ നെറ്റിയിൽ അരുമയോടെ മുത്തി. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ രണ്ടാളും കേൾക്കുന്നുണ്ടായിരുന്നു താഴെ നിന്നുള്ള ചിരിയും കളിയും. പല്ലവിക്ക് ചമ്മല് തോന്നി. അവൾ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ താഴേക്ക് ഒളിഞ്ഞു നോക്കി. അതുകണ്ട് യാദവ് ചിരിയോടെ അവളുടെ തലയിൽ കൊട്ടി. റീനയും രഘുവും അബിയും എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേവന് രഘുവും പത്മിനിയും റീനയും ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മണിക്കുട്ടി അച്ചു ഉണ്ണി അബിയും ഡൈനിങ് ടേബിളിനോട് ചേർന്നുള്ള സെറ്റിലിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ആ, ആരിത്? എവിടെയായിരുന്നു? എന്നും രാവിലെ തന്നെ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാളെയും കാണാതായപ്പോ ഞങ്ങൾ വിചാരിച്ച ആരോടും പറയാതെ രണ്ടാളും നാട് വിട്ട് കാണുമെന്ന് ദേവൻ അവർ രണ്ടാളെയും കണ്ട് പറഞ്ഞു. പല്ലവീര് വളിച്ച ചിരിയോടെ എല്ലാവരെയും നോക്കി. യാദവ് ഒന്നും അറിയാത്ത പോലെ സെറ്റിൽ അബിക്കും ഉണ്ണിക്കും നടുവിൽ ചെന്നിരുന്ന് ടീ പോയിക്ക് മുകളിലിരിക്കുന്ന പത്രം നിവർത്തി വായിക്കാൻ തുടങ്ങി. സോറി അമ്മ, ഇന്നലെ കല്യാണം കഴിഞ്ഞതിന്റെ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി. പല്ലവി പത്മിനിക്കരികിൽ ചെന്നെങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ഒന്ന് പോടി പെണ്ണെ, അവള് സോറി പറയാൻ വന്നിരിക്കുന്നു. പത്മിനി അവളുടെ കവളിൽ വേദനയില്ലാതെ ഒന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു. അതെന്നാടാ, കല്യാണം കഴിച്ച ഞങ്ങൾക്കില്ലാത്ത ഇത്ര ക്ഷീണം നിങ്ങൾക്ക്? ഉണ്ണി യാദവിനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. കല്യാണം ഏട്ടൻ്റെ ആയിരുന്നെങ്കിലും വർക്കിലോട് മൊത്തം എനിക്കായിരുന്നില്ലേ? യാദവ് പത്രമൊന്ന് കുടഞ്ഞ് ഒന്നുകൂടി അതിലേക്ക് കണ്ണ് നട്ടു. അവന്റെ മറുപടി കേട്ട് ഉണ്ണി അവനെ കണ്ണ് മിഴിച്ചു നോക്കി. അബി അത് കണ്ട് ഊറി ചിരിച്ചു. ഭാഗ്യത്തിനടുത്തിരുന്ന രണ്ട് പെൺപിള്ളേർക്കും കാര്യം മനസ്സിലായില്ല. ദേ പിള്ളേരെ, എന്തെങ്കിലും വന്ന് കഴിക്കാൻ നോക്ക്. സമയം എത്രയായെന്നാ? അപ്പൊ നിങ്ങളാരൊന്നും കഴിച്ചില്ലേ? പല്ലവി അവരെ നോക്കി ചോദിച്ചു. കണ്ണിനും മോളില്ലാതെ ഇവർ കഴിക്കാൻ തോന്നുന്നുണ്ടോ? റീന അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. വാ വാ, എനിക്ക് വിശക്കുന്നു. വായിച്ചുകൊണ്ടിരുന്ന പേപ്പർ മടക്കി വെച്ച് വയറും തടവി യാദവ് ടേബിളിന്റെ അരികിലേക്ക് ചെന്നു. പിന്നാലെ ബാക്കിയുള്ളവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിച്ചിരിയോടെ ഭക്ഷണം കഴിച്ചു. ആദ്യ ദിവസം ആയിരുന്നിട്ട് കൂടി അച്ചുവിന് ആ കുടുംബത്തിലൊരു അപരിചിതത്വം തോന്നിയില്ല. അതുപോലെയായിരുന്നു ആ കുടുംബത്തിലെ എല്ലാവരും ഇടപഴകിയിരുന്നു. പുറമേ നിന്ന് ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന അസൂയ തോന്നും വിധം സന്തോഷവും കളിച്ചിരികളുമായിരുന്നു നന്ദനത്തിൽ. അച്ചുവിന് വല്ലാത്ത സന്തോഷം തോന്നി ഇങ്ങനെയൊരു കുടുംബം തനിക്ക് ലഭിച്ചതിൽ. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ പുറത്തേക്ക് ചെറിയൊരു ഔട്ടിങ്ങിനായി ഇറങ്ങി.
കോടമഞ്ഞ് മൂടി നിൽക്കുന്ന മലമുകളിലൂടെയും മറ്റുമുള്ള ഉല്ലാസയാത്ര, മനോഹരമായി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. എല്ലാവരും അത് അത്രയും എൻജോയ് ചെയ്തു. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തി ഫ്രഷായി എല്ലാവരും കൂടി വീണ്ടും അമ്പലത്തിലേക്ക് പോയി. യാദവിൻ്റെയും പല്ലവിയുടെയും കല്യാണം കഴിഞ്ഞു പോയതുപോലെ എല്ലാവരും ചേർന്ന് നടന്നുകൊണ്ട് സന്തോഷത്തോടെ പോയി വന്നു. പ്രണയവും സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ. ആ നിമിഷത്തിൽ ആരും ചിന്തിച്ചിരുന്നില്ല തങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നശിപ്പിക്കാനായുള്ള തീപ്പൊരി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന്. ദിവസങ്ങൾ ഓടിമറഞ്ഞു. ഉണ്ണിയും അച്ചുവും ചെറിയ ചെറിയ വിരുന്നു ഹണിമൂൺ ട്രിപ്പൊക്കെ അടിപൊളിയായി പ്രണയിച്ച് നടക്കുന്നു. രണ്ടാളും ജോലിക്ക് തിരിച്ചേറിയ പിന്നെ ഉടനെയൊന്നും ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ വക്കീലും മറ്റേയാൾ ഡോക്ടറും അല്ലേ. ചില ട്രിപ്പുകളിൽ അവർക്കൊപ്പം യാദവും പല്ലവിയും കൂടി അബിയെയും മണിക്കുട്ടിയെ അടക്കി വീട്ടിൽ നിർത്തി. അബി നന്ദനത്തിൽ കിടന്ന് കറങ്ങുമ്പോൾ രണ്ടാളെയും നോക്കാൻ ദേവനെയും ചട്ടം കെട്ടി. ഐഡിയയിൽ എല്ലാവരും മാസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഡാൻസിംഗ് ഹണ്ട് കോമ്പറ്റീഷന് വേണ്ടിയുള്ള പ്രാക്ടീസിലാണ് എല്ലാവരും. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും എല്ലാ ഡാൻസ് മാസ്റ്റേഴ്സും മുഴുവൻ സമയം ഇതിന് പിന്നിലാണ്. യോഗയും സ്ട്രെച്ചിങ് വർക്കൗട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരുടെയും മൈൻഡ് റീഫ്രഷ് ആയിക്കൊണ്ട് അവരുടെ ഓരോ ദിവസത്തെയും ഡാൻസ് പ്രാക്ടീസ് പുരോഗമിച്ചു. ഘട്ടം ഘട്ടമായി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കോമ്പറ്റീഷനിൽ ഏതൊക്കെ വിഭാഗം ഡാൻസ് പരിപാടികളാണ് നടത്തേണ്ടതെന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കുന്നതനുസരിച്ചാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. പല്ലവി യാദവും അഭിയും റീനയും രഘു ഉൾപ്പെടെ എല്ലാവരും രാവും പകലും നല്ലൊരു വിജയത്തിനായി പ്രയത്നിക്കുകയാണ്. അതിനിടയിലും പല്ലവിയുടെയും യാദവിന്റെയും പ്രണയം കുതിച്ചൊഴുകുന്നുണ്ടായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും രണ്ടാളും പരസ്പരം ഭ്രാന്തമായി പ്രണയം കൈമാറി. ഇതിനിടയിൽ പത്മിനിക്കും ദേവനുണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ യാദവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്റെ മാതാപിതാക്കളെ പിരിമുറുക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. പലതവണ അതിനെപ്പറ്റി അവൻ തിരക്കിയെങ്കിലും ദേവനും പത്മിനി ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എല്ലാവരും ചേർന്ന് ചായ കുടിക്കാൻ നേരമാണ് ലാൻഡ് ഫോൺ റിങ് ചെയ്യുന്നത്. ആ ശബ്ദം കേട്ടും പത്മിനി അറിയാതെ ഒന്ന് വിറച്ചുപോയി. ദേവനിലും എന്തൊക്കെയോ അസ്വസ്ഥതകൾ നിറഞ്ഞു. യാദവ് കോൾ എടുക്കാൻ എണീറ്റപ്പോഴേക്കും ദേവനത് തടഞ്ഞുകൊണ്ട് ചാടി എണീറ്റു. ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം അതിവേഗതയിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഫോണിലൂടെ കേൾക്കുന്ന വാർത്തയിൽ ദേവനിൽ ചെറിയൊരു പകപ്പും നേരിയ തോതിൽ ആശ്വാസവും നിറഞ്ഞു. ആരാച്ചാ? കോൾ ഡിസ്കണക്ട് ആക്കി തന്നെ ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരിക്കുന്ന ദേവനോട് യാദവ് ചോദിച്ചു. കാരണം ദേവന്റെ ഓരോ ഭാവങ്ങളും യാദവ് കാണുന്നുണ്ടായിരുന്നു. അത് ഗീത, അവര് മരിച്ചു. പത്മിനിയെയും പല്ലവിയെയും മാറി മാറി നോക്കിയാണ് ദേവനത് പറഞ്ഞത്. പല്ലവി സംശയത്തോടെ ദേവനെ നോക്കിയപ്പോൾ പത്മിനിയുടെ കണ്ണുകൾ കലങ്ങി മറിഞ്ഞിരുന്നു. സിദ്ധാർത്ഥിന്റെ അമ്മ. ദേവൻ പല്ലവിക്ക് വ്യക്തമായി കൊടുത്തപ്പോൾ അവളിലൊരു തരം പകപ്പ് നിറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു വാർത്ത കേൾക്കുമെന്ന്. അച്ഛൻ്റെ സഹോദരിയാണ്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുമായിരുന്നു. തന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. എന്നാൽ ഒരുപാട് വൈകിയാണ് അവിടെയെല്ലാം തനിനിറം മനസ്സിലാവുന്നു. സ്വത്തിനും പണത്തിനും വേണ്ടി മോളെ പോലെ കാണേണ്ട തന്നെ സ്വന്തം മകന് ബലി കൊടുക്കാൻ തുനിഞ്ഞ സ്ത്രീ, അതും സ്വന്തം അച്ഛനെയും അമ്മയും കൊന്നവന് തന്നെ. അവരെ എതിർത്തൽ പിന്നെ ശാപവാക്കൾ കൊണ്ടല്ലാതെ തന്നെ അവർ വിളിച്ചിട്ടില്ല. തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒത്തിരി വേദനിപ്പിച്ചു അവർ. പല്ലവിയിൽ അവരുടെ മരണവാർത്ത ഒരു ഞെട്ടിലുണ്ടാക്കിയെങ്കിലും പിന്നീട് അവരെക്കുറിച്ച് ആലോചിച്ചതും അവിടെ നിർവികാരത നിറഞ്ഞു. ഒന്നും പ്രതികരിക്കാതെ ഭക്ഷണത്തിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുന്നവളെ യാദവ് തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. നമുക്ക് അവിടെ വരെ പോയി ഒന്ന് കണ്ടാലോ? വേണ്ട വേണ്ട, യാദവ് പല്ലവിയോട് ചോദിച്ചു തീരും. ദേവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഇത്രയും ഉയർന്ന ശബ്ദം. ഇത്രയും ദേഷ്യപ്പെടാൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരിലും ഒരുതരം പകപ്പ് നിറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ഉണ്ണി ദേവനോട് ചോദിച്ചു. യാദവ് അപ്പോഴും ദേവനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ, ശക്തമായി ചുരുട്ടി മുറുകുന്ന കൈമുഷ്ടി, ഇതെല്ലാം ആരോടൊക്കെയുള്ള ദേഷ്യവും പകയും വേദനയും പേടിയും വിളിച്ചോതുന്നുണ്ടായി. പോവേണ്ടെന്ന് പറഞ്ഞാൽ പോവേണ്ട, ഇനി ഇതിൽ കൂടുതൽ ചോദ്യം വേണ്ട. അവസാന തീരുമാനം എന്ന പോലെ പറഞ്ഞുകൊണ്ട് ദേവൻ എണീറ്റുപോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.